ഹലോ ഗൈസ്, ബഡ്ജസ് ബ്ലോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂൾ പൂട്ടാണ് കേട്ടോ. ഇന്നലത്തെ കൊണ്ട് എക്സാം എല്ലാം കഴിഞ്ഞു. ഇന്ന് നമ്മൾ പേരൻസിനെയൊക്കെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റമാണ്. കാരണം ആനുവൽ എക്സാം കഴിഞ്ഞതിൻ്റെ എല്ലാ പേപ്പേഴ്സും ആൻസർ ഷീറ്റും നമ്മുടെ രക്ഷകർത്താക്കളെ കണ്ട് ഒപ്പിടിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ പുതിയ റൂള്. അങ്ങനെ ഞാനും നമ്മുടെ കുട്ടിപ്പട്ടാളും കൂടെ പോവുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റിത്തൂസ് UKGയിൽ നിന്നും പ്രൊമോഷൻ കിട്ടി 1ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൾക്കൊരു അഡ്മിഷനും കൂടെ എടുക്കണം. അങ്ങനെ നേരെ നമ്മുടെ വേദൂസിൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ക്ലാസ് റൂമിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ നേരെ ക്ലാസ് റൂമിലേക്ക് ചെന്നു. ടീച്ചർ പേപ്പറൊക്കെ കാണിച്ചു, ആൻസർ ഷീറ്റ്. അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മലയാളത്തിന് തീരെ മാർക്ക് കുറവാണ്. മലയാളത്തിന് കിട്ടിയത് 25-ൽ 12. ഉഴപ്പിയത് കൊണ്ടൊന്നുമല്ല, ആശാൻ 3 എണ്ണത്തിന് ആൻസർ ചെയ്തില്ല. കാരണം ഇന്നലത്തെ ആയിരുന്നു മലയാളം എക്സാം. ഇന്നലെ സ്കൂൾ പൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് പരീക്ഷ എഴുതി വീട്ടിൽ വരാനുള്ള ആ ഒരു തിടുക്കത്തിൽ എന്ത് ചെയ്തു, 3 എണ്ണത്തിന് ആൻസർ എഴുതിയില്ല. അറിയാമായിരുന്നിട്ട് പോലും എഴുതാനൊരു പ്രയത്നം കാണിച്ചില്ല. പിന്നെ ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷ ആയതുകൊണ്ട്, ഹിന്ദി അവൻ പ്രണയിച്ചതുകൊണ്ടായിരിക്കാം, ഹിന്ദിക്ക് എന്തായാലും മുഴുവൻ മാർക്കുണ്ട്, 25-ൽ 25. ഹിന്ദി ഹമാര ദേശീയ ഭാഷ ഹെ. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ നമ്മളും ആവറേജ് അല്ലേ, എല്ലായ്പ്പോഴും ഫുൾ മാർക്ക് വേണമെന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെ മീറ്റിങ്ങും കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോയി. ഇതാണ് നമ്മുടെ സിസ്റ്റർ, അവൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയാണ്. ടീച്ചർ എല്ലാവിധ അനുഗ്രഹങ്ങളും അവന് കൊടുത്തു. പിന്നെ നമ്മുടെ ടീച്ചർമാർ ഇപ്പോഴും പഴയ ടീച്ചർമാരുടെ അതേ ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ മനസ്സിലായി. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ രക്ഷകർത്താക്കൾ വരുമ്പോൾ ടീച്ചർ പറയും, ഇവൻ പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ ശ്രദ്ധിക്കാറില്ല, ശ്രമിച്ചാൽ ഇവൻ വളരെ മിടുക്കനാവും. ഇപ്പോഴും എല്ലാ ടീച്ചർമാരും പറയുന്ന ആ ഡയലോഗ് ഇപ്പോഴത്തെ ടീച്ചർമാരും പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ രക്ഷകർത്താവെന്ന നിലയിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ HM സിസ്റ്ററുടെ റൂമിലേക്ക് പോയി, ഓഫീസ് റൂമിലേക്ക് പോയി, നമ്മുടെ റിത്തൂസിന് 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ. അപ്പം നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ആദ്യം കാണിക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചു, അതിൽ നോക്കി ടീച്ചർ ഫോം ഫില്ല് ചെയ്തു. പിന്നെ ഇത്തവണ 1ാം ക്ലാസ്സിൽ പോകുന്നവർക്ക് അവിടുത്തെ ഒരു ഗിഫ്റ്റുണ്ട്, നല്ലൊരു അടിപൊളി ബാഗ്. എന്തായാലും നമ്മുടെ റിത്തൂസിന് ഒരുപാട് സന്തോഷമായി. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. 5 കിലോ വെച്ച് അരി, ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്ന കുട്ടികൾക്ക് 5 കിലോ അരി വെച്ച് തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 പേരുടെയും കൂടെ 10 കിലോ. അപ്പോൾ ഋത്തുവിന് ബാഗും എനിക്ക് അരിയും. എന്തായാലും ഞങ്ങൾ ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നല്ലൊരു വെക്കേഷൻ ആശംസിച്ചുകൊണ്ട് ബായ്.